Equation of kinetics in curvilinear translation. Kinematics. So അത് വേറൊന്നുമല്ല, ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിന് ആ പാർട്ടിക്കിൾ ഒരു പാത്ത് ഫോം ചെയ്തെന്ന് പറയും. ആ പാത്ത് എന്ന് പറയുന്നത് ഒരു കേർവിലാണെങ്കിൽ, അതായത് ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഒരു കേർവ്ഡ് സർഫസിൽ കൂടെ ആണെങ്കിൽ അതിനെ curvilinear മോഷൻ എന്ന് പറയും. ഇനി ആ കേർവ്ഡ് പാത്ത് ലൈ ചെയ്തേക്കുന്നത് ഒരു പ്ലെയിനിലാണെങ്കിൽ അതിനെ പ്ലെയിൻ curvilinear മോഷൻ എന്ന് പറയും. ഇപ്പോൾ ആ പാത്ത് എന്ന് പറയുന്നത് സർക്കുലർ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ കേർവ് എന്ന് പറയുന്നത് സർക്കുലർ ആയിരുന്നെങ്കിൽ അതിനെ സർക്കുലർ മോഷൻ എന്നും പറയും. സോ നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിനെ എക്സ് ആക്സിസും വൈ ആക്സിസും വെച്ചിട്ടാണ് പ്ലെയിനിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ആ പാർട്ടിക്കിള് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും മൂവ് ചെയ്യുന്നതനുസരിച്ച്, അതായത് സമയത്തിനനുസരിച്ച് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ പാർട്ടിക്കിളിൻ്റെ എക്സ് എന്ന് പറയുന്നത് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടൈമും വൈ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് ടൈം ആയിരിക്കും. എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് ടൈം റെപ്രസെൻറ്റ്സ് ദി റെക്ടിലിനിയർ മോഷൻ അലോങ് ദി എക്സ് ആക്സിസ് ഓഫ് ദി പാർട്ടിക്കിൾ. അതായത് ആ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ പി എന്ന് പറയുന്നതാണ് പാർട്ടിക്കിൾ, അതിൻ്റെ എക്സ് ആക്സിസ് മൂവ് ചെയ്ത ഡിസ്റ്റൻസ്, വൈ ആക്സിസ് മൂവ് ചെയ്ത ഡിസ്റ്റൻസും ആണ് ഇത്. സോ ഇതെന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദി പ്രൊജക്ഷൻ ഓഫ് പി എക്സ് ഓൺ ദി പ്ലെയിൻ ഓൺ ദി എക്സ് ആക്സിസ് ആൻഡ് പ്രൊജക്ഷൻ ഓഫ് പി വൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഈ വൈൻ്റെ പ്രൊജക്ഷനാണ്. സോ ഈ പാർട്ടിക്കിൾ പി ഇതാണെങ്കിൽ ഇവിടെ നിന്ന് ഡെൽറ്റ എക്സ് ഇങ്ങോട്ടും ഡെൽറ്റ വൈ, അതായത് ഇതാണ് ഡെൽറ്റ എക്സും ഡെൽറ്റ വൈ ഡിസ്റ്റൻസ് എടുത്ത ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റിൽ നിന്ന് ഈ ഒരു ഹൈപ്പോട്ടന്യൂസ് വരയ്ക്കുക, അതാണ് ആ മൊത്തത്തിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ എസ്. ആൻഡ് ഡെൽറ്റ എസ് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ. അതാണ് curvilinear മോഷനിൽ പറയുന്നത്. ദ curvilinear മോഷൻ of a particle P may be considered as the resultant of rectilinear motion of the positions Px and Py on the x and y. അതായത് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ. എന്നിട്ട് രണ്ട് സൈഡും ഡെൽറ്റ ടി വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഡെൽറ്റ ടി എന്നിട്ട് ടെൻസ് ടു സീറോ എന്ന് എടുക്കുന്നു. ഇൻഫിനിറ്റ്ലി ഇറ്റ് ടെൻസ് ടു സീറോ ലിമിറ്റ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി ടെൻസ് ടു സീറോ ആണെങ്കിൽ അതിനെ വെലോസിറ്റി എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ വെലോസിറ്റി അലോങ് എക്സ് ഡയറക്ഷനും ഇത് വെലോസിറ്റി അലോങ് വൈ ഡയറക്ഷനും. അങ്ങനെയാണ് വെലോസിറ്റി അലോങ് എക്സ് ഡയറക്ഷന് ഇതിനെ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ ഡെൽറ്റ എക്സ് ബൈ ഡി ടിനെ വെലോസിറ്റി അലോങ് എക്സ് ഡയറക്ഷൻ എന്ന് പറയും. ഡെൽറ്റ ടി ടെൻസ് ടു സീറോ ലിമിറ്റ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി, അതിനെ വി വൈ എന്നും പറയും. അങ്ങനെയാണെങ്കിൽ വി ഈസ് ഈക്വൽ ടു വി എക്സ് പ്ലസ് വി വൈ, വെലോസിറ്റി അലോങ് എക്സ് ഡയറക്ഷൻ പ്ലസ് എക്സ് വൈ എന്ന്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയറും ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് വി വൈ ബൈ വി എക്സ്. അതായത് ഇതായിരിക്കും. ഇത് വി എക്സ്, ഇത് വി വൈ ആണെങ്കിൽ ഇത് തീറ്റ. വി എന്ന് പറഞ്ഞാൽ വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ റൂട്ട് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് വി വൈ ബൈ വി എക്സ്. സോ അതാണ് ഒരു കേർവ്ഡ് പാത്തിൽ കൂടി പോകുന്ന ഒരു പാർട്ടിക്കിളിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൊജക്ഷൻസ് ആണ് പി എക്സും പി വൈ. എക്സ് ആക്സിസിലുള്ള പ്രൊജക്ഷനെ പി എക്സ് എന്നും പറയും, വൈ ആക്സിസിലുള്ള പ്രൊജക്ഷനെ ആ പാർട്ടിക്കിളിൻ്റെ പി വൈ എന്നും പറയും. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പാർട്ടിക്കിളാണ് പി. അവിടെ നിന്ന് ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും വരയ്ക്കുക, ഹൈപ്പോട്ടന്യൂസ് വരയ്ക്കുക, ആ പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ. പിന്നെ ചെറിയ ഡ്യൂറേഷനാണ്, അതിനെ രണ്ട് സൈഡും ഡിവൈഡ് ബൈ ടി ചെയ്തു. അതായത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പി ഇൻ ഡെൽറ്റ ടി സെക്കൻഡ്സ്. പാർട്ടിക്കിൾ പി ടി സെക്കൻഡ് ഡെൽറ്റ ടി സെക്കൻഡ്സിൽ മൂവ് ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ആക്സിലറേഷനും കണ്ടുപിടിക്കുന്നു. വെൻ ദ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ചേഞ്ചസ് ബൈ ഡെൽറ്റ വി ഡ്യൂറിങ് ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടി. അങ്ങനെയാണ് ആവറേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. നിങ്ങൾക്കറിയാം വെലോസിറ്റി ബൈ ടൈമാണ് ആവറേജ് ആക്സിലറേഷൻ. ഒരു പാർട്ടിക്കിൾ ഒരു സെക്കൻഡിൽ വെലോസിറ്റി ഇത്രയും, രണ്ടാമത്തെ സെക്കൻഡിൽ വെലോസിറ്റി ഇത്രയാണെങ്കിൽ അതിൻ്റെ, അതായത് ടി വൺ സമയത്ത് വി വൺ വെലോസിറ്റിയും ടി ടു സമയത്ത് വി ടു വെലോസിറ്റി ആണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വി ടു മൈനസ് വി വൺ ബൈ ടി ടു മൈനസ് ടി വൺ. അതാണ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് എഴുതിയിരിക്കുന്നത്. സോ അതിൻ്റെയും ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ വരും ഡി വി ബൈ ഡി ടി, ഡെൽറ്റ വി ബൈ ഡെൽറ്റ അല്ലെങ്കിൽ ഡി വി ബൈ ഡി ടി. അതുപോലെ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ ഡെൽറ്റ വി എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എ എക്സ്, അതായത് ഡി വി എക്സ് ബൈ ഡി ടിയും എ വൈ എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എ വൈ
വെക്റ്ററിൽ എടുക്കുകയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡയറക്ഷൻ തീറ്റ സ്ക്വയർ ടാൻ ഇൻവേഴ്സ് ഓഫ് എ ബൈ എക്സ്. നമ്മൾ നേരത്തെ വിൻ്റെ എടുത്ത പോലെ വെലോസിറ്റിയുടെ എടുത്ത പോലെ തന്നെ സെയിം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഇസിക്കൽ വി എക്സ് പ്ലസ് വി വൈ ആണ്. ഡി വി ബൈ ഡി ടി ഇസിക്കൽ ഡി വി ബൈ ഡി ടി. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ആക്സലേഷൻ അതുപോലെ എഴുതി. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? എ ആണ്. എ എക്സ് പ്ലസ് എ വൈ. വി ഇസിക്കൽ ടു വി എക്സ് പ്ലസ് വി വൈ ആണെങ്കിൽ എ ഇസിക്കൽ ടു എ എക്സ് പ്ലസ് എ വൈയും ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഡി വി ബൈ ഡി ടി ഇസിക്കൽ ഡി വി എക്സ് ബൈ ഡി ടി പ്ലസ് ഡി വി വൈ ബൈ ഡി ടി. ഓക്കെ.